പ്രതിഷേധങ്ങളിൽ ലാത്തികൊണ്ട് തല്ലിച്ചതയ്ക്കുന്ന കിരാത സംവിധാനമായി നമ്മുടെ കേരള പോലീസ് മാറുകയാണ്. ഭരണകൂടത്തിന്റെ തെറ്റായ നയങ്ങൾക്കെതിരെ ശബ്ദിക്കുക എന്നത് ജനാധിപത്യ സംവിധാനത്തിൽ പുതിയ കാര്യമേയല്ല. പക്ഷേ സർക്കാരിന്റെ മർദ്ദിത ഉപകരണമായി പോലീസ് മാറുമ്പോൾ പതിവില്ലാത്ത പ്രാകൃത രീതികൾ പ്രതിഷേധക്കാർക്ക് നേരെ പ്രയോഗിക്കുമ്പോൾ പൊതുസമൂഹം അപലപിക്കേണ്ടി വരിക സ്വാഭാവികമാണ്. ഇന്നലകളുടെ തനിയാവർത്തനം ഇന്ന് ആലപ്പുഴയിലെ മണ്ണിൽ നിന്നാണ് കേട്ടത്. രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ അസാധാരണ അറസ്റ്റിൽ സംസ്ഥാന വ്യാപകമായി യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ ജ്വാല തുടരുന്നതിനിടെ യൂത്ത് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റിയുടെ പ്രതിഷേധത്തെ ഉരുക്കുമുഷ്ടി കൊണ്ട് അടിച്ചമർത്തുകയായിരുന്നു പോലീസ്. ബാരിക്കേഡ് തകർത്ത് മുന്നോട്ട് പോയ യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റിനെ പോലീസ് സംഘം വളഞ്ഞിട്ട് മർദ്ദിക്കുകയായിരുന്നു. തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ പ്രവീണിനെ പിന്നീട് ആശുപത്രിയിലേക്ക് മാറ്റി. ദൃശ്യങ്ങളിലേക്ക് ആദ്യമൊന്ന് പോകാം. കേരള പോലീസ് പതിവ് പോലെ പഴി കേൾക്കുകയാണ്. പ്രതിഷേധിച്ച വനിതാ പ്രവർത്തകരെ ഇന്നും വെറുതെ വിട്ടില്ല. പുരുഷ പോലീസ് തലക്കടിച്ചുവെന്ന് വനിതാ പ്രവർത്തകർ പറയുന്നുണ്ട്. ഒരു വനിതാ കുഴപ്പമില്ല, പിടി വെള്ളം കുടി. ന്യൂസ് ലെൻസ് ചോദിക്കുന്നതാണ്, എന്തിനാണ് പോലീസ് ഇത്തരം പതിവില്ലാത്ത പ്രകടനങ്ങൾ കാട്ടുന്നത്? ആരെ തൃപ്തിപ്പെടുത്താനാണിത്? ദൃശ്യങ്ങളിൽ നിന്നും പ്രേക്ഷകർക്ക് നന്നായി മനസ്സിലാക്കാൻ കഴിയും, വായിക്കാൻ കഴിയും. ഒരു ക്രമസമാധാന പ്രശ്നവും ആരും ഉയർത്തിയിട്ടില്ല എന്ന്. എങ്കിൽ പിന്നെ രാജാവിനേക്കാൾ വലിയ രാജഭക്തി കാട്ടുകയാണോ പോലീസ്? പ്രതിഷേധങ്ങളോടുള്ള പോലീസിന്റെ രണ്ട് സമീപനം വീണ്ടും പറയേണ്ടി വരികയാണ്. നാണമുണ്ടോ പോലീസ് ഏമാന്മാരെ എന്ന് ചോദിച്ചാൽ ചോദിക്കുന്നവൻ നാണം കെട്ടുപോകുന്ന അവസ്ഥയാണ്. കാലിക്കറ്റ് സർവകലാശാലയ്ക്ക് മുന്നിൽ പ്രതിഷേധിച്ച കുട്ടി സഖാക്കളെ ഒക്കത്തിരുത്തി കൊഞ്ചിക്കുന്ന പോലീസിന്റെ ദൃശ്യം അത്രയ്ക്കങ്ങ് മലയാളി മറന്നുപോകില്ല. ഹിതവും അഹിതവും തിരിച്ചറിയുന്ന പോലീസിന് കൊടുക്കണം ഒരു കുതിരപ്പവൻ. ദൃശ്യങ്ങളിലേക്ക്. രാഷ്ട്രീയത്തിൽ ഇറങ്ങുന്നവർ അറസ്റ്റും തല്ലുമൊക്കെ നേരിടേണ്ടി വരിക സ്വാഭാവികമെന്നൊക്കെ പറയാം. പക്ഷേ പോലീസിന്റെ നരനായാട്ടിനെയും അസ്വാഭാവിക അറസ്റ്റ് രീതിയും ഒക്കെ തെരുവിലിറങ്ങി അപലപിച്ചവർ വീണ്ടും ഭരണത്തിന് ചുക്കാൻ പിടിക്കുമ്പോൾ പോലീസിന്റെ അതേ ചെയ്തിയെ ന്യായീകരിക്കേണ്ടി വരുമ്പോൾ ഉളിപ്പില്ലേ എന്ന് ചോദിച്ചു പോകും. ഇടവളഞ്ഞ് കൊടും ക്രിമിനലിനെ പോലെ കീഴ്പ്പെടുത്തിയ പോലീസിന്റെ മുഖച്ചാർത്തിന്റെ മറ്റൊരു ഉദാഹരണമാണ് ദൃശ്യങ്ങളിലൂടെ കാണുന്നത്.
പോലീസിനെ ഇത്ര പഴി കേൾക്കേണ്ടി വന്നതിന്റെ യഥാർത്ഥ ഉത്തരവാദി ആരെന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരമേ ഉള്ളൂ. അത് ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയുള്ള നമ്മുടെ മുഖ്യമന്ത്രി തന്നെ. സ്വന്തം ഗൺമാൻ പ്രതിഷേധക്കാരെ മർദ്ദിച്ച് ഇഞ്ചപ്പരുവമാക്കിയിട്ടും അത് കണ്ടില്ല എന്ന് നിർലജ്ജം അധികാരി പറഞ്ഞാൽ പോലീസിന് അതൊരു തഴമ്പാണ്, സർവാധികാരത്തിന്റെ തഴമ്പ്. പഴയ ഒരു ദൃശ്യത്തിലേക്ക്. എൻ്റെ ഗവൺമെൻ ആളെ ആക്രമിച്ചു എന്ന് പറയുന്ന സംഭവം അങ്ങനെ ഉണ്ടായിട്ടില്ല. ഞാൻ കണ്ട കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്. എൻ്റെ ബസ്, ഞങ്ങൾ സഞ്ചരിക്കുന്ന ബസ്സിന്റെ മുന്നിലേക്ക് ചാടി വന്നവരെ അവിടെയുള്ള യൂണിഫോം ഇട്ട പോലീസുകാർ തടയുന്നുണ്ടായിരുന്നു. അവരാണ് അവരെ തള്ളി മാറ്റുന്നതായിട്ട് കണ്ടത്. നമ്മുടെ പോലീസിനെ ഇങ്ങനെ കയറൂരി വിട്ടുകൂടാ എന്ന മുഖ്യമന്ത്രിക്ക് നന്നായി അറിയാം. പോലീസിന്റെ ഉരുക്കുമുട്ടിയുടെ കൈപ്പറഞ്ഞ ആളുമാണ്. കാക്കിയുടെ കറപുരണ്ട ചെയ്തികളെ നന്നായി അപലപിക്കാനും അറിയാം. പക്ഷേ കാലം പഴയതാണ്. അന്ന് പ്രതിപക്ഷത്തായിരുന്നു, പാർട്ടി സെക്രട്ടറിയുടെ കുപ്പായമായിരുന്നു അണിഞ്ഞിരുന്നത്. അക്കാലത്തെ ഒരു പ്രതികരണം കൂടി കേൾക്കാം. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്ക് കരിങ്കൊടി കാണിച്ചാൽ ആ കരിങ്കൊടി കാണിച്ച പ്രവർത്തകനെ ശാരീരികമായി തകർക്കും എന്ന നിലപാടാണ് പോലീസിന്റെ ഭാഗത്തുണ്ടായത്. എത്ര ഭീകരമായ മർദ്ദനം! എന്തിനാണ് പോലീസ് ഇത്രമാത്രം ക്രൂരമായി പെരുമാറിയത്? കരിങ്കൊടി കാണിക്കാൻ പോകുന്നവരുടെ കയ്യിൽ മുഖ്യമന്ത്രിക്ക് നേരെ വീശാനുള്ള കറുത്ത തുണി മാത്രമേ ഉള്ളൂ. ഇയാൾ തുണിക്ക് പകരം തന്റെ ഷർട്ടൂരി വീശി എന്ന് പറയുന്നത് അതൊരു ക്രിമിനൽ കുറ്റമാണോ?